തെങ്കാശി റോഡാണ് ഇത്. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റിലോട്ടാണ് കയറാനുള്ളത്. ലെഫ്റ്റിൽ കയറുന്നത് കഴുതുരുട്ടി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. മുകളിൽ കാണുന്നത് റെയിൽവേ പാളമാണ്. നമ്മൾ ആ തൊട്ട് മുന്നേ ഉള്ള വീഡിയോ 13 കിണർ പാലത്തിൻ്റെ ആയിരുന്നു കേട്ടോ. അത് പാർട്ട് 1 ആയിട്ടും ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മുടെ പാർട്ട് 2 ആയിട്ട് മാമ്പഴത്തറയിലോട്ട് പോകുന്നതാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും ലെഫ്റ്റിലോട്ട് കയറണമേ. ഇതാണ് കഴുതുരുട്ടിയിലുള്ള മെയിനായിട്ടുള്ള മാർക്കറ്റ് കേട്ടോ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള റബ്ബർ എസ്റ്റേറ്റ് നമുക്ക് ഈ റൂട്ടിലാണ് കേട്ടോ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കൊക്കോയും കവുങ്ങും പുറുത്തിയുടെ കൃഷിയാണ് കേട്ടോ. ഈ കാണുന്ന ലോറി ഇല്ലേ, അത് ഫുള്ള് പുറുത്തി ലോഡ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴി നല്ല മോശമാണ്. അപ്പോൾ കാറിലൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം. കാറൊക്കെ പോകും, എന്നാലും അത്യാവശ്യം കട്ടറുള്ള റോഡാണ് കേട്ടോ. പിന്നെ ഇതുപോലെ റബ്ബർ ഷീറ്റൊക്കെ അടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഭയങ്കര ഭംഗിയല്ലേ ആ പെയിൻ്റൊക്കെ അടിച്ചിട്ടേങ്ങനെ കേട്ടോ. നമ്മൾ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പശു നിൽക്കുന്ന കാണാൻ കേട്ടോ. സാധാരണ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കാണുന്നതാണ് ഇതുപോലെ വഴിയിൽ പശു നിൽക്കുന്നതൊക്കെ. നമുക്കിതാ സൈഡിലായിട്ട് കണ്ട കവുങ്ങ് നിൽക്കുന്നുണ്ട. അതിനുള്ളിൽ തന്നെ പേര, അതുപോലെ തന്നെ കൊക്കോ, അങ്ങനത്തെ ഒരുപാട് ചെറിയ ചെറിയ കൃഷികളുണ്ട്. ഇവിടെ ഉള്ളൊരു മെയിനായിട്ടുള്ളൊരു ജംഗ്ഷനാണ് കേട്ടോ ഇത്. റൈറ്റ് കിടക്കുന്ന റോഡ് ഇരുലങ്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് പോകാനുള്ളതാണ്. ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ടെമ്പിൾ കാണാം. ആ റോഡിൽ കൂടെയാണ് നമുക്ക് പോകാനുള്ളത്. തൊട്ട് ഫ്രണ്ടിൽ ഒരു പാലം ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുമേ. മഴ സമയത്തൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇതുവാ കാണുന്നതാണ് നെടുമ്പാറയിലുള്ള ഫാക്ടറി കേട്ടോ. ഈ ഒരു ജംഗ്ഷൻ എത്തുമ്പോൾ ഭയങ്കര തണലാണ്. നല്ല വലിയ മരങ്ങളൊക്കെയാണ് കേട്ടോ ഈ ജംഗ്ഷനിലുള്ളത്. ഭയങ്കര രസമായിട്ടുള്ള ജംഗ്ഷനാണ് കേട്ടോ. ഇവിടെ നിന്ന് ആ കാറ് പോകുന്ന വഴിയുണ്ട്, റൈറ്റ് കിടക്കുന്ന അതാണ് നമ്മുടെ അമ്പനാട് ഹിൽസിൽ പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ ലെഫ്റ്റ് കിടക്കുന്ന ഈ റൂട്ടാണ് നമുക്ക് മാമ്പഴത്തറ വ്യൂ പോയിന്റ് ഒക്കെ കാണാൻ പറ്റുന്ന ഒരു റൂട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് മാമ്പഴത്തറയിലോട്ടാണ്. പിന്നെ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വീടുകളുണ്ടല്ലോ, നമ്മുടെ മൂന്നാർ വട്ടവട ഭാഗത്തൊക്കെ കാണും പോലെ കല്ലുകളൊക്കെ വെച്ചുണ്ടാക്കി ഷീറ്റിട്ട മലപ്രദേശങ്ങളിലൊക്കെ ഉള്ള ഭംഗിയുള്ള വീടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിയുണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത വഴിയാണ്. 2 സൈഡിൻ്റെ അറ്റത്തായിട്ട് കവുങ്ങുണ്ടല്ലോ, അതിങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിലോട്ട് ഫുള്ള് റബ്ബറാണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് റബ്ബറാണെന്ന് പെട്ടെന്ന് കാണുമ്പോൾ തോന്നൂലേ, റബ്ബറിൻ്റെ ചെറിയ റബ്ബർ ഇങ്ങനെ നട്ട് വെച്ചേക്കുന്നു. അപ്പോൾ ഈ വഴി കൂടെ പോകാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. കണ്ടില്ല, എൻഡിലായിട്ട് കവുങ്ങും ഉള്ളിലോട്ട് റബ്ബർ ഇങ്ങനെ നട്ട് വെച്ചേക്കുന്നത്. പോകുന്ന വഴിയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പശു പോകുന്നത് കാണാം കേട്ടോ. ഇവിടുത്തെ കർഷകന്മാർ മേയ്ക്കാനായിട്ട് വിട്ടേക്കുന്നതാണ്. വൈകുന്നേര സമയങ്ങളിൽ അത് തനിയെ അതിൻ്റെ വീട്ടിൽ ചെന്നെത്തും കേട്ടോ. ആ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് മാടസ്വാമി ടെമ്പിൾ. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണേ. വേറൊന്നുമല്ല, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതുപോലൊരു കിഡിലും പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. എന്തൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഗ്രൗണ്ടാണെന്ന് നോക്കി, ഭയങ്കര ഭംഗിയാണ്. അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പം 2 പശുക്കുട്ടികൾ അടികൂടുകയാണ് കേട്ടോ. അങ്ങനെ അത് പോകുന്നത് വരെ, വഴിയിൽ നിന്ന് മറന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വീണ്ടും വണ്ടി എടുത്തത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1-1.5 കിലോമീറ്ററേ നമുക്ക് നമ്മുടെ മാമ്പഴത്തറ വ്യൂ പോയിന്റ് ഉള്ളൂ. അതുപോലെ തന്നെ മാമ്പഴത്തറയിലോട്ടാണെങ്കിൽ 8 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നിങ്ങൾ കൊല്ലത്തോ തിരുവനന്തപുരത്തോ ഉള്ളതാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് അത്യാവശ്യം വൈകുന്നേര സമയങ്ങളിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു കിടിലം വ്യൂ പോയിന്റ് ആണ്. അങ്ങനെ നമ്മൾ നമ്മുടെ മാമ്പഴത്തറയിലുള്ള വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് ഇവിടെ നിന്ന് കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന ആ ഒരു മലനിരകളൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ കറക്റ്റാണ് വരേണ്ടത്. നമ്മുടെ സൺസെറ്റിൻ്റെ സമയത്ത് വന്നാൽ നല്ല കിടിലം സൂര്യാസ്തമയം കാണാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. താഴെ കാണുന്ന റോഡിറങ്ങിയാണ് നമുക്ക് പോകാനുള്ളത് ചേട്ടാ. നല്ല ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റ് ആണ്. വൈകുന്നേര സമയത്ത് ഇവിടെ ഒരുപാട് പേര്, പയ്യന്മാർ തെറ്റാണെങ്കിലും ഫാമിലി ആയിട്ടൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് ഇവിടെ വ്യൂ പോയിന്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ അധികം കടകളും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ വരുന്ന വഴിക്ക് ചെറിയ സ്നാക്സോ വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് പറഞ്ഞായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പികളിലൊക്കെ ഉള്ള വെള്ളവും ലൈസിൻ്റെ പാക്കറ്റൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ അത് വണ്ടിക്കകത്തിട്ടിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഏതെങ്കിലും കടയിൽ അവിടെ ഡസ്റ്റ്ബിന് കാണും. നിങ്ങൾ വാങ്ങിച്ച കടയിലായാലും മതി, അവിടെ തന്നെ കൊണ്ടിട്ടുണ്ടെങ്കിൽ നല്ലത് കേട്ടോ. പറയാൻ കാരണമൊന്നുമല്ല, നല്ല ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റ് ഏരിയയാണ്. ഒരുപാട് പേര് വിസിറ്റിങ്ങിനൊക്കെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ മാത്രം കണ്ടിട്ട് ഭംഗി ആസ്വദിച്ചിട്ട് പോയാൽ പോരല്ലോ, വരുന്നവർക്കും ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കാണണം. അവർ വരുമ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റും ചവറൊക്കെ ആയിട്ട് കിടന്നാൽ എങ്ങനെയിരിക്കും അവരതൊക്കെ എൻജോയ് ചെയ്യണത്.
നമ്മൾ മലയാളീസ് മാത്രമല്ല, ആര് വന്നാലും ഒരു പ്രത്യേകതയാണ്. അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് കൂടാതെ അതിൻ്റെ കൂടെ വരുന്ന പ്ലാസ്റ്റിക്കും കുപ്പി അതെല്ലാം അവിടെ തന്നെ ഇട്ട് മൊത്തം നശിപ്പിച്ചിട്ട് പോകും. അതുകൊണ്ടാണ് കൂടുതൽ ഹിഡനായിട്ടുള്ള പ്ലേസുകൾ പോലും ഒരുപാട് പേര് ഇപ്പോഴും പുറത്ത് പറയാത്തതും, അതുപോലെ ഒരുപാട് ഫോറസ്റ്റ് റൂട്ടുകൾ, ചെക്ക് പോസ്റ്റുകൾ അവർ അടച്ചിട്ടേക്കണത് അങ്ങനത്തെ ഉള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് നല്ല ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റിലൂടെയാണ്. ഈ റൂട്ടാണ് നമുക്ക് ആന, കാട്ടുപോത്ത് അങ്ങനത്തെ ആനിമൽ സൈറ്റിങ് കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യത ഉള്ളത് കേട്ടോ. ഇവിടെ നിന്നൊരു നല്ല ഫോറസ്റ്റിനകത്തൂടെ വന്നിട്ട് ഒരു കിഡിലെ ഓപ്പണിങ് കിട്ടും കേട്ടോ. ഭയങ്കര ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാനായിട്ട്. അതുപോലെ തന്നെ ഒരു 2-3 ഹെയർ പിൻ ബെൻഡ് വളവുകൾ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം വീതിയുള്ള റോഡാണ്. ബൈക്കിലും കാറിലൊക്കെ നമുക്ക് പോയിട്ട് വരാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി കട്ടറുള്ള റോഡുകൾ വരുമേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തൊട്ടടുത്ത് വരുന്ന ഒരു കിഡിലൻ ഗ്രാമമാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അമ്പനാടായാലും മാമ്പഴത്തറയിലായാലും ഇതുപോലെ ഒരുപാട് പുറത്തിച്ചക്കയുടെ കൃഷിയുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ വന്ന വഴിയിൽ കണ്ടില്ലേ, ഒരു ലോറി നിറച്ച് ലോറിയിൽ ലോഡ് ചെയ്ത് ഫുള്ള് പുറത്തി കൊണ്ടുപോകണത്. അതുപോലെ നമുക്ക് ഇവിടെ ഒരുപാട് പുറത്തിയുടെ കൃഷി കാണാം കേട്ടോ. നമ്മുടെ മാമ്പഴത്തറ പോലെ തന്നെ അത്യാവശ്യം ആനകൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് അമ്പനാട് ഹിൽസ്. അമ്പനാട് ഹിൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ഏക തേയിലത്തോട്ടം ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ അമ്പനാട് ഹിൽസ് കേട്ടോ. അപ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി, പിന്നെ ഒരുപാട് ഹിഡനായിട്ടുള്ള വാട്ടർഫാൾസ് ഒക്കെ ഉള്ളൊരു കിടിലൻ റൂട്ടാണ് നമ്മുടെ അമ്പനാട് ഹിൽസ്. അപ്പോൾ അമ്പനാട് ഹിൽസിൻ്റെ വീഡിയോ എന്തായാലും നമുക്ക് ചാനലിൽ ഉടനെ വരുന്നതാണ്. ഇതുവാ കാണുന്നതാണ് കുറവൻ താവളം എന്ന് പറയുന്ന ഗ്രാമം കേട്ടോ. നമുക്കിനി ഇവിടത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത്. അങ്ങനെ ഇവിടെ നിന്ന് നല്ല അടിപൊളി ചായ കുടിച്ചേട്ടാ. കാരണം വേറെ ഒന്നുമില്ല, ഇവിടെ തന്നെ കറക്കുന്ന പശുവിൻ്റെ പാലാണ്, നമ്മുടെ കവർ പാലും കാര്യങ്ങളും ഒന്നുമല്ല. അതുപോലെ തന്നെ ഇവിടെ ചായക്ക് ഇപ്പോഴും 10 രൂപയാണ്. നമ്മുടെ നാട്ടിലൊക്കെ 12-15 രൂപയായിട്ട് കൂടി, കാരണം ഗ്യാസിൻ്റെ ലഭ്യത കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ വീണ്ടും പോകുമ്പോൾ ഇതുപോലെ 2 സൈഡിലായിട്ട് പൈനാപ്പിളിൻ്റെ കൃഷിയാണ് കേട്ടോ. ആ പൈനാപ്പിൾ കൃഷിയുടെ ഇടയിൽ തന്നെ ദൂരെയായിട്ട് ഒരു പള്ളി കാണാൻ പറ്റുമേ, ഭയങ്കര ഭംഗിയാണ്. ആ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഒരു സ്ഥലവും നല്ല രസമാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെ നമുക്ക് കാണാനായിട്ട്. നമുക്ക് ഈ ഗോപ്രോയിലായതുകൊണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്ന് ക്ലാരിറ്റിയിൽ കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളിവിടെ വന്ന് തന്നെ എൻജോയ് ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ. പ്രത്യേകം എടുത്ത് പറയണത്, എല്ലാം തിരുവനന്തപുരത്തൊക്കെ ഉള്ളവർക്കൊക്കെ വീക്കെൻഡിലൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വന്ന് കണ്ടുപോകാനുള്ള സ്ഥലമാണ്. ഇവിടെ കാണാനായിട്ട് ഭയങ്കര ഇതായിട്ടൊന്നുമില്ല. നമുക്ക് ഈ ഒരു റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഉള്ളൊരു യാത്ര ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ ഈ റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു ഫീൽ അടിപൊളിയാണ്. പിന്നെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടാനയും കാട്ടുപോത്തിനെയൊക്കെ കാണാം. ഇതാണ് നമ്മുടെ തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ ബസ് സ്റ്റോപ്പ് കേട്ടോ. ഇവിടെ മാമ്പഴത്തറയുള്ള ബസ് സ്റ്റോപ്പ്. അവിടെ നിന്ന് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇതുപോലൊരു കിഡിലും ഫോറസ്റ്റ് വീണ്ടും കിട്ടും കേട്ടോ. 2 സൈഡിലായിട്ട് നല്ല പൊക്കത്തിന് നിൽക്കുന്ന മരങ്ങളും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് പിന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് നല്ല കട്ടറുള്ള റോഡ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ കാട്ടിനകത്തൂടെയൊക്കെ ബൈക്കിലൊക്കെ റൈഡ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അടിപൊളി റൂട്ടാണ് കേട്ടോ ഇത്. ഭയങ്കര രസമാണ്, നല്ല പീസ്ഫുള്ളായിട്ട് ഇതിൻ്റെ നടുക്കൂടെ നമുക്ക് പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കാട്ടിലൂടെയൊക്കെ വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പറയണതാണ് കേട്ടോ. നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോഴും കാണുന്നതാണ്. കൂടുതലും പയ്യന്മാർ സെറ്റാണ് ഈ ബൈക്കുകളിൽ എക്സോസ്റ്റ് മോഡിഫൈ ചെയ്തൊക്കെ വന്നിട്ട് കാട്ടിനകത്തൂടെയൊക്കെ പോകുമ്പോൾ കട്ട് ഓഫൊക്കെ ചെയ്ത് ബഹളം വെച്ച് അവിടെ ഉള്ള മൃഗങ്ങളെ ശല്യം ചെയ്ത് അങ്ങനത്തെ ഒരുപാട് മണ്ടന്മാരെയൊക്കെ കാണും കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യണത് ഭയങ്കര മോശം പരിപാടിയാണ്. നിങ്ങൾക്ക് ഈ സ്റ്റണ്ട് ചെയ്യാനാണെങ്കിൽ അതുപോലെ തന്നെ റേസിങ് നടത്താനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് റേസിങ് ട്രാക്കുകളുണ്ട് കേട്ടോ. മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ മെയിൻ റോട്ടിലും ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് ഇതുപോലുള്ള കാട്ടിൽ വന്ന് അത് എൻജോയ് ചെയ്യാനായിട്ട് വരുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവർക്കും ബുദ്ധിമുട്ടാവും, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ദയവ് ഇത് കാട്ടിൽ വന്നിട്ട് ഇതുപോലത്തെ കണ്ണന്തിരോടൊന്നും കാണിക്കാൻ നിൽക്കല്ലേ. അതുപോലെ തന്നെ നമുക്ക് പോകുന്ന വഴിയിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പാലങ്ങൾ കാണാം. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് അവരുടെ ബോർഡും വെച്ചിട്ടുണ്ട്, എലിഫൻറ്റ് ക്രോസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. വഴിയിൽ ആനപ്പിണ്ട കിടക്കണേ കാണാം കേട്ടോ. അത്യാവശ്യം നല്ല വെയിലുള്ള സമയത്താണ് നമ്മൾ പറഞ്ഞത്. മെയ് മാസത്തിൽ അറിയാമല്ലോ, നല്ല ചൂടാണ്. മെയ് മാസം അവസാനമൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല വേനൽ മഴ കിട്ടും. ആ വേനൽ മഴയ്ക്കൊക്കെ ശേഷം വന്നതാണ് കേട്ടോ.
അല്ലെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല കാടായിരിക്കുമേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ റൂട്ട് വരുന്നുണ്ടെങ്കിൽ ജൂൺ ജൂലൈ സമയമൊക്കെ ഉണ്ടല്ലോ, നല്ല മഴ ടൈമിൽ ഇപ്പോഴൊക്കെ വന്നാൽ നമ്മുടെ മാമ്പഴത്തറ വ്യൂ പോയിന്റിൽ നിന്ന് നല്ല അടിപൊളി കോടയൊക്കെ കാണാൻ പറ്റും. ഈ ഒരു ഭാഗമൊക്കെ എത്തുമ്പോഴാണ് ഇത്തിരി ടാസ്ക് വരുന്നത്. ചെറിയൊരു ഇറക്കമാണ്, അതുപോലെ നല്ല രീതിയിൽ കട്ടറുണ്ട്. നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ ടൈപ്പ് കാറുകളാണ് ഇയോണും അതുപോലെ തന്നെ ബെലോനയൊക്കെയാണ്. അതൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പതുക്കെ ഇറങ്ങിയാൽ മതി. പറഞ്ഞു പറഞ്ഞത്, നിങ്ങൾ കാറിലൊക്കെ വരുന്നുണ്ടെങ്കിൽ റോഡ് മോശമാണെങ്കിലും കുഴപ്പമില്ലാതെ പോകാന്നുള്ളതേ ഉള്ളൂ. വണ്ടി പോവാത്ത രീതിയിലുള്ള പ്രശ്നമൊന്നുമില്ല. ഇവിടെയും കാണാം നമുക്ക് എലിഫൻറ്റ് ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചേക്കുന്നത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ കാണാം. പക്ഷേ നമുക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടായിരിക്കും ആനയൊന്നും കാണാൻ പറ്റിയില്ല. അതുമാത്രമല്ല, മഴ സമയത്തൊക്കെ ഇവർ കാട്ടിനകത്തായിരിക്കും. അവർക്ക് വെള്ളം കുടിക്കാനൊന്നും അത്ര വലുതായിട്ട് അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങണ്ടല്ലോ. അതുപോലെ ആ കാട്ടുപോത്തൊക്കെ ഉള്ള കാടാണ്. പിന്നെ കുറച്ച് മയിലുകളൊക്കെ ഉണ്ട്. വേറെ മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഇതുപോലെ മരം മുറിച്ചൊക്കെ ഇട്ടിങ്ങനെ കണ്ടപ്പോഴേ മനസ്സിലായി നമ്മൾ ജനവാസ മേഖലയിൽ എത്തിത്തുടങ്ങിയെന്ന്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ ഉപ്പുകുഴി കനാൽ ബ്രിഡ്ജാണ് കേട്ടോ. ഉപ്പുകുഴി കനാൽ ബ്രിഡ്ജ് എത്തിയിട്ടുണ്ട്. ആ കനാലിൽ കൂടെ വെള്ളം പോകണേ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മളിവിടെ നിന്ന് നമുക്കിനി പോകാനുള്ളത് ലെഫ്റ്റിലോട്ടാണ്. അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ, ഉപ്പുകുഴി കനാൽ ബ്രിഡ്ജ് എന്ന് പറയുന്ന ജംഗ്ഷൻ നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ മാമ്പഴത്തറയിലുള്ള വീഡിയോയുടെ എപ്പിസോഡ് ഇവിടെ തീരെയാണേ. താങ്ക് യു ഫോർ വാച്ചിങ്.